ഹായ് ആൾ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ക്വസ്റ്റ്യൻ ആൻഡ് മോഡൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പോൾ പബ്ലിക് എക്സാം ഒക്കെ ആവാറായി, എല്ലാവരും നന്നായിട്ട് പഠിക്കണം. അപ്പോൾ അതിലെ മോഡൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ വായിക്കാം എഴുതാം എന്നാണ് പറയുന്നത്. നമുക്കൊരു കഥ തന്നിട്ടുണ്ട്, അതിൽ ആ കഥ വായിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസർ എഴുതാനാണ് പറയുന്നത്. അപ്പം ആദ്യം തന്നെ വായിക്കാം എഴുതാം. അന്ന് രാത്രി ജൂ അവളുടെ പുതിയ 8ാം ക്ലാസ് പുസ്തകങ്ങൾ മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണക്കിൻ്റെ പാഠപുസ്തകം തുറന്നതോടെ വെള്ളത്തിലേക്കിറക്കിവിട്ട താറാവിനെ പോലെ അവൾ അതിലൂടെ നീന്തിപ്പോയി. അവൾക്ക് കണക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു. അക്കങ്ങളും ക്ഷേത്രഗണിതത്തി രേഖകളും ആൾജിബ്രയിലെ അക്ഷരങ്ങളും ചേർന്ന് നടത്തുന്ന വേഷം മാറ്റങ്ങൾ അവളെ രസിപ്പിച്ചിരുന്നു. അവളുമായി അവ ഒളിച്ചു കളിക്കും. ഒരേ സമയം അവളുടെ തലയ്ക്കകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് തോന്നിച്ച ഒരു മായാലോകത്തേക്ക് അവളെ വിളിച്ചുകൊണ്ട് അവ ഓടിപ്പോകും. അവൾ അവയ്ക്കു പിന്നാലെ ഓടി ഒരു പടയാളിയെപ്പോലെ അവയെ വരുതിയിലാക്കും. ഇത് എഴുതിയത് സക്കറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാകൃത്താണ്. ഇനി ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജൂവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതായിരുന്നു? കണക്ക് ആയിരുന്നു. ശാസ്ത്രമല്ല, സാമൂഹ്യശാസ്ത്രമല്ല, ഭാഷയല്ല. ഏതാണ്? കണക്കാണ്. ബി ക്വസ്റ്റ്യനാണ്. പുതിയ പാഠപുസ്തകം തുറന്ന് ജൂവിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കാൻ കഥാകൃത്ത് ഉപയോഗിച്ച പ്രത്യേക പ്രയോഗം എന്തായിരുന്നു കഥാകൃത്ത് ജൂവിൻ്റെ ആ ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചത്? പിന്നാലെ ഓടുന്ന പടയാളി എന്നാണോ? അക്കങ്ങളും അക്ഷരങ്ങളും രേഖകളും നടത്തുന്ന വേഷം മാറിക്കളി എന്നാണോ? വെള്ളത്തിലേക്ക് ഇറക്കിവിട്ട താറാവ് എന്നാണോ? അല്ലെങ്കിൽ വേഷമാറ്റം നടത്തുന്ന അക്ഷരങ്ങൾ എന്നാണോ? ഇതിലേതാണ്? ഇതിൽ സി ആണ്. വെള്ളത്തിലേക്ക് ഇറക്കിവിട്ട താറാവ് എന്നാണ് കഥാകൃത്ത് ഉപയോഗിച്ചത്. അടുത്തത്, ജൂ കണക്കിന് ശരിയായി പഠിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ്? അവളുമായി അവ ഒളിച്ചു കളിക്കും. അവളുടെ തലയ്ക്കകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് തോന്നും. അവൾ അവയ്ക്ക് പിന്നാലെ ഓടി ഒരു പടയാളിയെപ്പോലെ അവയെ വരുതിയിലാക്കും. ഒരു മായാലോകത്തേക്ക് അവളെ വെല്ലുവിളിച്ചുകൊണ്ട് അവ ഓടിപ്പോകും. ഇതിലേതാണ്? സി ഓപ്ഷനാണ്. അവൾ അവയ്ക്കു പിന്നാലെ ഓടി ഒരു പടയാളിയെപ്പോലെ അവയെ വരുതിയിലാക്കും എന്നതാണ്. അടുത്തത്, ജൂവിൻ്റെ ഗണിതശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? എ ഓപ്ഷൻ, ആസ്വദിച്ച് പഠിച്ച് പഠനം മനോഹരമാക്കാം. ബി, ധാരാളം സമയം പഠനത്തിന് ആവശ്യമുണ്ട്. സി, എഴുതി പഠിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഡി, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉത്തരങ്ങൾ തെറ്റിപ്പോകും. അപ്പോൾ ഇതിലേതാണ് ജൂവിൻ്റെ ഗണിതശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന? ആസ്വദിച്ച് പഠിച്ച് പഠനം മനോഹരമാക്കാം എന്നതാണ്. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എ, രുചി അനുഭവം. അമൃതം നുകരാം യൂണിറ്റ് നിറയെ ഭക്ഷണവിശേഷമാണ്. അമൃതം നുകരാം യൂണിറ്റ് നിറയെ ഭക്ഷണവിശേഷമാണ്. നാവിനെ രസിപ്പിക്കുന്ന, വീണ്ടും കഴിക്കാൻ കൊതി തോന്നിക്കുന്ന ചില വിഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. രുചിയും മണവും മറക്കാൻ കഴിയാത്ത ഒരു ഇഷ്ടവിഭവത്തിൻ്റെ രുചി അനുഭവം എഴുതുക. അപ്പം നിങ്ങളോട് രുചി അനുഭവം എഴുതാനാണ് പറയുന്നത്. അപ്പം മധുരം നുകരാം യൂണിറ്റ് നിറയെ എന്തിൻ്റെ വിശേഷമാണ്? ഭക്ഷണത്തിൻ്റെ വിശേഷമാണ്. അപ്പം നാവിനെ രസിപ്പിക്കുന്ന, വീണ്ടും കഴിക്കാൻ കൊതി തോന്നുന്ന ചില വിഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം രുചിയും മണവും മറക്കാൻ കഴിയാത്ത ഒരു ഇഷ്ടവിഭവത്തിൻ്റെ രുചി അനുഭവം നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കൊരു അനുഭവം നോക്കാം. അമൃതം നുകരും യൂണിറ്റ് നിറയെ ഭക്ഷണ വിശേഷങ്ങളാണ്. നാവിനെ രസിപ്പിക്കുകയും വീണ്ടും കഴിക്കാൻ കൊതി തോന്നിക്കുകയും ചെയ്യുന്ന ചില വിഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അവയിൽ മറക്കാൻ കഴിയാത്ത ഒരു ഇഷ്ട വിഭവം പായസമാണ്. ഉത്സവങ്ങളിലും വിശേഷ ദിവസങ്ങളിലും പായസം കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും. ചൂടോടെ തയ്യാറാക്കിയ പായസത്തിൻ്റെ മധുരമുള്ള മണമാണ് ആദ്യം തന്നെ മനസ്സിനെ ആകർഷിക്കുന്നത്. തേങ്ങാപ്പാൽ, ശർക്കര, ഏലം എന്നിവ ചേർന്ന പായസത്തിൻ്റെ രുചി വളരെ സുഖകരമാണ്. ഒരു സ്പൂൺ പായസം നാവിൽ വെച്ചാൽ അതിൻ്റെ മൃദുവായ ഘടനയും മധുരവും നാവിനെ നിറക്കും. ഓരോ കഷ്ണവും വീണ്ടും വീണ്ടും കഴിക്കണമെന്ന തോന്നൽ ഉണ്ടാക്കുന്നു. അതിനാൽ തന്നെ പായസം എൻ്റെ മനസ്സിൽ മറക്കാനാവാത്ത ഒരു ഇഷ്ട വിഭവമാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ബി ആണ് പറയുന്നത്. സൂചനകളിൽ തെളിയുന്ന കഥാപാത്രം ആര്? നെറ്റിയുടെ 2 അറ്റങ്ങളിലും പളുങ്കിൻ്റെ മണി പോലെ വിയർപ്പിൻ്റെ തുള്ളികൾ ഉരുണ്ടുകൂടി നിന്നു. മനസ്സ് വട്ടച്ചെമ്പിനകത്ത് വട്ടമിട്ട് പറക്കുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ
മനസ്സിൽ തെളിയുന്ന കഥാപാത്രം ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ആരാണ് കഥാപാത്രം? ബിച്ചായി ഷേയ് താത്തയാണ് ഈ ഒരു കഥാപാത്രം. അടുത്തത് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നേവേഞ്ചിയുടെ പ്രത്യേകത പറയാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നേവേഞ്ചിയെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? വർഷം മുഴുവൻ ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേവേഞ്ചി വർഷം മുഴുവൻ ലഭിക്കുമോ? ഇല്ല, വർഷം മുഴുവൻ ലഭിക്കില്ല. അപ്പോൾ അത് തെറ്റാണ്. പുഴയിൽ നിന്ന് മുങ്ങിയെടുക്കണ്ട. പ്രായമുള്ള പുരുഷന്മാരാണ് ശേഖരിക്കുന്നത്. അല്ല, പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഇത് ശേഖരിക്കുന്നുണ്ട്. വെയിലത്ത് വെച്ച് ഉണക്കി കഴിക്കാം. അതാണ് ശരി ഉത്തരം. അപ്പം ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു നേവേഞ്ചിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇതാണ് നേവേഞ്ചിൻ്റെ ആ ഒരു പാഠഭാഗം. അപ്പം ഇതിൽ പറയുന്നുണ്ട് ഏപ്രിൽ മാസം തുടങ്ങുമ്പോൾ ആണ് നമുക്കിത് കിട്ടുന്നത്. ഏപ്രിൽ മാസം തുടങ്ങുമ്പോൾ പുഴയിലെ വെള്ളം വറ്റില്ലേ, അപ്പോഴാണ് നേവേഞ്ചി കിട്ടുക. അപ്പോൾ ഏപ്രിൽ മാസത്തിലാണ് കൂടുതലായിട്ട് ഇത് കിട്ടുന്നത്. അതായത് എല്ലാ വർഷം മുഴുവൻ ഇത് കിട്ടില്ല. അപ്പം അത് ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. ഇനി പുഴയിലെ വെള്ളം വറ്റില്ലേ, അപ്പോഴാണ് നേവേഞ്ചി കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പോൾ പുഴയിലെ വെള്ളം വറ്റുന്ന സമയത്താണ് കിട്ടുന്നത്. അപ്പോൾ അത് മുങ്ങിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷനും തെറ്റാണ്. പിന്നെ അടുത്തത് സ്ത്രീ എന്നോ പുരുഷനെന്നോ ഞങ്ങൾക്ക് വ്യത്യാസമില്ല. സ്ത്രീകളും ഇത്തിരി പോകുന്ന കുട്ടികളും നേവേഞ്ചി മുങ്ങിയെടുക്കും. അപ്പം സ്ത്രീകളും പോവും, കുട്ടികളും പുരുഷന്മാരും ഒക്കെ പോയിട്ട് നേവേഞ്ചി മുങ്ങിയെടുക്കും. അപ്പോൾ അടുത്ത ഓപ്ഷനായിട്ടുള്ള മുതിർന്ന പുരുഷന്മാരാണ് ഇതിന് പോവാന്നുള്ള ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ ശരിയുത്തരം ഏതാണ്? വെയിലത്ത് വെച്ച് ഉണക്കി കഴിക്കാം എന്നുള്ളതാണ് ശരിയുത്തരം. വെയിലത്ത് വെച്ച് ഉണക്കി കഴിക്കാം എന്നുള്ളതാണ് ശരിയുത്തരം. അടുത്തത് പ്രതികരണക്കുറിപ്പ് അല്ലെങ്കിൽ വിശകലനക്കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. പ്രതികരണക്കുറിപ്പ്. പലതരം ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അടുക്കളയിൽ ആരോ ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ നടുവിലും വിശക്കുന്നവർ ഉണ്ടാകുമോ? എന്താണ് കാരണം? പാഠഭാഗത്തെ ആശയവും നിങ്ങളുടെ അഭിപ്രായവും ചേർത്ത് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. മൂന്നാമത്തെ ചോദ്യത്തിൽ 3A ഉണ്ട്, 3B ഉണ്ട്. ഒന്നെങ്കിൽ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക, അല്ലെങ്കിൽ വിശകലനക്കുറിപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കി നോക്കാം. ഓക്കെ അല്ലേ? ഒരു പ്രതികരണക്കുറിപ്പിലേക്ക് പോകാം. പലതരം ജോലികൾ നടക്കുന്ന സമൃദ്ധമായ അടുക്കളയിൽ ഒരാൾ വിശന്ന് നിലവിളിക്കുന്നത് വൈരുദ്ധ്യമാണ്. ഭക്ഷണം ധാരാളം ഉണ്ടായിട്ടും എല്ലാവർക്കും അത് ലഭിക്കണമെന്നില്ല. വിഭവങ്ങൾ തയ്യാറാക്കുന്നവർക്ക് പോലും ചിലപ്പോൾ വിശപ്പടക്കാൻ സമയം കിട്ടാതെ വരാം. സാമൂഹിക അസമത്വവും അശ്രദ്ധയും ഇതിന് കാരണമാണ്. ഭക്ഷണം പാഴാക്കാതെ എല്ലാവർക്കും പങ്കിടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അടുക്കളയിൽ പലപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അമ്മ. 2 കൈകൾ കൊണ്ട് എത്രയെത്ര പണികളാണ് ചെയ്തു തീർക്കുന്നത്. കുടുംബത്തിന് വേണ്ടിയുള്ള അമ്മയുടെ അധ്വാനം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ വിശകലനക്കുറിപ്പാണ് രണ്ടാമത്തത്. 3ൽ B. അതൊന്ന് തയ്യാറാക്കി നോക്കാം. അടുക്കളയിൽ എപ്പോഴും പണി ചെയ്യുന്ന ആളാണ് അമ്മ. 2 കൈകൾ കൊണ്ട് അവൾ എണ്ണമറ്റ ജോലികൾ ചെയ്യുന്നു. പാചകം, പാത്രം കഴുകൽ, വൃത്തിയാക്കൽ, കുട്ടികളെ നോക്കൽ തുടങ്ങിയവ. കുടുംബത്തിൻ്റെ ആരോഗ്യം കാക്കാൻ അമ്മയുടെ അധ്വാനം അത്യന്തം വിലപ്പെട്ടതാണ്. അമ്മയുടെ സേവനം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. അതിനാൽ അമ്മയുടെ പരിശ്രമം അംഗീകരിക്കപ്പെടണം. 4ാമത്തെ ക്വസ്റ്റ്യനാണ്. 4ാമത്തെ ക്വസ്റ്റ്യനിൽ 4A ഉണ്ട്, 4B ഉണ്ട്. 4A എന്ന് പറയുന്നത് ഡയറിക്കുറിപ്പ് എഴുതാനാണ്. B ആണെന്നുണ്ടെങ്കിൽ കത്ത് എഴുതാനാണ്. അപ്പം നമുക്ക് ആദ്യം ഡയറിക്കുറിപ്പൊന്ന് നോക്കാം. തൊഴിൽ തേടി കേരളത്തിൽ വന്ന് ഞാൻ മലയാളം പഠിച്ചു. ഇപ്പോൾ മലയാളം പഠിപ്പിക്കുന്നുമുണ്ട്. ഒപ്പം ഫാഷൻ ഡിസൈനറുമാണ്. മഞ്ഞപ്ര UP സ്കൂളിൽ തൊഴിൽ നൈപുണ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ദറക്സ പർവീൻ പറഞ്ഞ വാക്കുകൾ അഞ്ജുവിൻ്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എന്തൊരു മിടുക്കിക്കുട്ടി. അഞ്ജുവിൻ്റെ അന്നത്തെ ഡയറിക്കുറിപ്പ് എങ്ങനെയായിരിക്കും? എഴുതി നോക്കൂ. അപ്പോൾ നമ്മളോട് ഡയറിക്കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് എഴുതി നോക്കിയാലോ. തീയതി നിങ്ങളെന്ത് ചെയ്യുക? ഒരു ഡേറ്റ് ഇടുക. എന്നിട്ട് എഴുതുക, ഇന്ന് എൻ്റെ മനസ്സ് വളരെ സന്തോഷത്തിലാണ്. ദറക്സ പർവീൻ പറഞ്ഞ വാക്കുകൾ എന്നെ ഏറെ പ്രചോദിപ്പിച്ചു. മലയാളം പഠിപ്പിക്കുന്നതും ഫാഷൻ ഡിസൈനറാകുന്നതും എനിക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. എന്തൊരു മിടുക്കിക്കുട്ടി എന്ന വാക്കുകൾ എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഞാനും ഭാവിയിൽ കഴിവുകൾ വളർത്തി മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന ഒരാളാകണമെന്ന് തീരുമാനിച്ചു. അടുത്തതൊരു കത്ത് എഴുതാനാണ്. വിദേശത്ത് തൊഴിലെടുത്ത് ജീവിക്കുന്ന കോയയുടെ ചെറിയ വസ്തുക്കളും വലിയ ദുഃഖങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞു. കോയ എന്ന കഥാപാത്രത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സുഹൃത്തിന് ഒരു കത്ത് തയ്യാറാക്കുക. അപ്പോൾ ഒരു കത്ത് എഴുതാനാണ് പറയുന്നത്. ഒന്ന് എഴുതി നോക്കാം.
അപ്പോൾ നമുക്ക് കത്ത് എഴുതി നോക്കാം. ആദ്യം തന്നെ ഡേറ്റ് ഇട്ടു, എന്നിട്ട് ഫ്രം അഡ്രസ്സ് ചെയ്തു. നിങ്ങളുടെ അഡ്രസ്സാണ് ഫ്രം അഡ്രസ്സ്. ഇവിടെ എഴുതുന്ന ആൾ അനു ആണ്. 6A പഠിക്കുന്ന അനു, GUP സ്കൂൾ മലപ്പുറത്താണ് പഠിക്കുന്നത് എന്ന് വിചാരിക്കുക. അടുത്തത് നിങ്ങളുടെ സുഹൃത്ത് സുനിൽ, 6B GUP സ്കൂൾ മലപ്പുറമല്ല, വേറെ ഏതെങ്കിലും ഒരു സ്കൂളിലാണെന്ന് വിചാരിക്കുക. നമുക്ക് കത്ത് എഴുതാം. പ്രിയ സുഹൃത്തെ, വിദേശത്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന കോയയുടെ ജീവിതം ഏറെ വേദനാജനകമാണ്. ചെറിയ സന്തോഷങ്ങൾ പോലും അവനിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. കുടുംബത്തോടുള്ള സ്നേഹവും നാടിനോടുള്ള ഓർമ്മകളും അവനെ അലട്ടുന്നു. കഷ്ടപ്പാടുകൾക്കിടയിലും പ്രതീക്ഷ കൈവിടാതെ ജീവിക്കുന്ന കോയ നമ്മെ ചിന്തിപ്പിക്കുന്നു. അവൻ്റെ ജീവിതം നമ്മെ മാനവികത പഠിപ്പിക്കുന്നു. ഇത്രയും വിഷമങ്ങളുണ്ടായിട്ടും അവൻ മുന്നോട്ട് പോകുന്ന രീതിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ കഥ നമ്മെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യ മൂല്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. സ്നേഹത്തോടെ, അനു. 5ാമത്തെ ക്വസ്റ്റ്യൻ താരതമ്യക്കുറിപ്പാണ്. എത്ര മഴയാണെങ്കിലും സ്കൂൾ വിട്ടാൽ ഒറ്റയോട്ടമാണ്. ഇടയൊന്നും ഉണ്ടാവില്ല. നനഞ്ഞൊട്ടും. ഉള്ളിലെരിയുന്ന വിശപ്പ് ഓട്ടത്തിന് ശക്തി കൂട്ടും. ഇലയിൽ കുടഞ്ഞിട്ട പുഴുക്കിൻ്റെയും വെളിച്ചെണ്ണയൊഴിച്ച കാന്താരി ചമ്മന്തിയുടെയും ചൂടു കട്ടൻ കാപ്പിയുടെയും മണങ്ങൾ ഒന്നിച്ചെത്തി പടിക്കൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പ്രധാന ലക്ഷ്യമായ അടുക്കളയിലേക്ക് എത്തി നോക്കും. പിന്നെ ഒരൊറ്റ പാച്ചിലാണ്. കുളിച്ചെന്ന് വരുത്തി ഇലക്കീറിലെടുത്ത പുഴുക്കുമായി നേരെ ഉമ്മറത്തേക്ക്. മുറ്റം വിഴുങ്ങുന്ന മഴത്തുള്ളികളെ നോക്കിയിരുന്ന് എരിവുള്ള ചൂടിനെയും ചൂടുള്ള മധുരത്തെയും ഒന്നിച്ച് നാവ് ഏറ്റുവാങ്ങും. ഇതിനൊക്കെ പുറമെ നനുത്ത കുളിരായി മുത്തശ്ശിയുടെ സ്നേഹവും. ബാല്യകാലത്തെ ഓർമ്മകൾ പങ്കുവച്ചതാണ് ഒരു കൂട്ടുകാരി. നിങ്ങൾ പഠിച്ച കൊഴുക്കട്ട എന്ന പാഠവുമായി ബന്ധപ്പെടുത്തി താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. ഒരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. മഴയുള്ള ദിവസങ്ങളിൽ സ്കൂൾ വിട്ട് വീട്ടിലേക്കുള്ള യാത്ര ബാല്യകാല ഓർമ്മകളെ ഉണർത്തുന്നു. നനഞ്ഞ വഴികളും അടുക്കളയിലെ ചൂടുള്ള ഭക്ഷണത്തിൻ്റെ മണവും മനസ്സിൽ സുഖം നിറക്കുന്നു. കോയ എന്ന പാഠത്തിലെ കഥാപാത്രത്തിൻ്റെ ഓർമ്മകളും ഇതുപോലെ നനുത്ത വേദനയും സ്നേഹവും നിറഞ്ഞതാണ്. ബാല്യകാല അനുഭവങ്ങളും കോയയുടെ ജീവിതവും ഒരുപോലെ ഹൃദയസ്പർശിയാണ്. അടുത്തതാണ് കഥാപാത്ര നിരൂപണം. പലഹാരങ്ങളുടെ താജ് പണിയുന്ന താത്തയായിട്ടാണ് ചട്ടിപ്പത്തിരിയിലെ ബിച്ചായി ഷേയ് താത്തയെ നമ്മൾ കണ്ടത്. ഏറ്റവും ശ്രദ്ധയോടെ കൃത്യതയോടെ പലഹാരപ്പണിയിൽ മുഴുകിയിരിക്കുന്ന താത്ത നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ കഥാപാത്രത്തിൽ നിങ്ങൾ കണ്ട പ്രത്യേകതകൾ ഉൾപ്പെടുത്തി ബിച്ചായി ഷേയ് താത്തയെക്കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ചട്ടിപ്പത്തിരിയിലെ പലഹാരങ്ങളുടെ താജ് പണിയുന്ന താത്തയാണ് ബിച്ചായി ഷേയ് താത്ത. കൃത്യതയോടെയും ക്ഷമയോടെയും ജോലി ചെയ്യുന്നവരാണ് അവർ. വിയർപ്പൊഴുക്കുമ്പോഴും പ്രാർത്ഥനാഭാവത്തോടെ ജോലി പൂർത്തിയാക്കുന്നു. തൻ്റെ തൊഴിൽ അവർ അഭിമാനത്തോടെ കാണുന്നു. പരിശ്രമവും സമർപ്പണവും മനുഷ്യസ്നേഹവും അവരുടെ പ്രധാന ഗുണങ്ങളാണ്. അതിനാൽ ബിച്ചായി ഷേയ് താത്ത നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്.